ദേവതാ ദർശനം എനിക്കുണ്ടായിട്ടുണ്ട്, വ്യക്തിപരമായ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. മിന്നും പൊന്നിൻ കിരീടം ഒക്കെ പിടിച്ച് അങ്ങനെ ഒരാളോട് നിൽപ്പുണ്ട്. ജവാദ് വന്നതിന് ശേഷമാണ് ഭസ്മത്തിന് മണം വന്നത്. ജവാദുവിന് മുമ്പ് ഭസ്മത്തിന് മണമില്ല. ഇപ്പം ഞാൻ ധരിച്ചിരിക്കുന്ന ഭസ്മം ചാണകം കത്തിച്ചതാണ്, സ്ഫുടം ചെയ്തെടുത്താണ്, ഒരു മണവുമില്ല. ഞാൻ കണ്ട ദർശനം ഒരു തവണ കൂടി കാണണം സത്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഉള്ളിൽ അത് വേണ്ട നമ്മൾ ഭ്രമിച്ചു പോയിട്ടുണ്ട്. അതായത് ഇത് മതി, ഇനി ഒന്നും വേണ്ട. പലരോടും പറഞ്ഞിരിക്കുന്നത് ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ രഹസ്യമാക്കി സൂക്ഷിക്കാനാണ്. ഈ രഹസ്യമാക്കി സൂക്ഷിച്ച് വീണ്ടും ഈ ദർശനത്തിന് വേണ്ടി ശ്രമിക്കും. ഓരോ അനുഭൂതിയുടെ ഇടയ്ക്കും ഒരു ശൂന്യത ഉണ്ടാവും. അതെ, ആ ശൂന്യതയാണ് സത്യം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നിന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പഠിപ്പൊക്കെ തീർന്നു, നിന്നെ ഞാൻ 10 കൊല്ലത്തേക്ക് പഠിക്കാനാണല്ലോ അയച്ചത്, നീ എന്താ ഇങ്ങനെ? പറഞ്ഞു, എൻ്റെ പഠിപ്പ് കണ്ടില്ലേ, ഞാൻ പറക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതേ ആ കാണുന്ന കൊതുക് വരെ പറക്കുകയാണ്. അല്ല, എനിക്ക് പറക്കാനുള്ള സിദ്ധി കിട്ടി. അതാ ഞാൻ ഇത്ര നാളും ധരിച്ചിരുന്നത് എന്നെ എല്ലാവരും ബഹുമാനിക്കാമെന്നാണ്. അപ്പം അങ്ങനെയല്ല, മറ്റധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പൊക്കോട്ടെ എന്നാണ്. അപ്പോൾ വീണ്ടും അച്ഛൻ ഗുരുവിൻ്റെ കാലിൽ വീണു. 100 പശുക്കളെ കൊടുത്തു. എന്നിട്ട് കാട്ടിൽ പോയി മേയ്ക്കാൻ പറഞ്ഞു. കാട്ടിൽ തന്നെ താമസിക്കണം. ഈ പശുക്കളുടെ എണ്ണം 1000 ആകുമ്പോൾ, പെറ്റുപെരുകി 1000 ആകുമ്പോൾ തിരിച്ചു വന്നോളാം. അങ്ങനെ കാലക്രമേണ ഈ പശുക്കളുമായിട്ടുള്ള സഹവാസം കൊണ്ട് ഈ പറക്കാനുള്ള സ്ഥിതി കൈമോശം വന്നു പോയി. അങ്ങനെ ഒരു ദിവസം പശു പറഞ്ഞു അത്ര, എല്ലാ സിദ്ധികളും, നമ്മുടെ അഷ്ടസിദ്ധികൾ ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും മോക്ഷത്തിന് വിഘാതം തന്നെയാണ്. മോക്ഷം ഉണ്ടാവില്ല. കാരണം ദേവതാ ദർശനങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നത് മൂർത്തികളുടെ ദർശനങ്ങളാണ്. അപ്പം നമ്മൾ തമാശയായിട്ട് ആദ്യത്തെ ഭാഗങ്ങൾ പറഞ്ഞെങ്കിലും ദേവതാ ദർശനം എനിക്കുണ്ടായിട്ടുണ്ട്, വ്യക്തിപരമായ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. മൂർത്തി ദർശനമാണ് എന്ന് വെച്ചാൽ ക്ഷേത്രമൂർത്തികളെ നമ്മൾ തന്നെ ധ്യാനത്തെ കൽപ്പിച്ച്, സ്വരൂപത്തെ കൽപ്പിച്ച്, ആടയാഭരണങ്ങളെ കൽപ്പിച്ച് സൂക്ഷ്മരൂപിയായിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതെ, അവിടെ ഒരാൾ അങ്ങനെ ഉണ്ട്. അതേ മിന്നും പൊന്നിൻ കിരീടം ഒക്കെ പിടിച്ച് അങ്ങനെ ഒരാളവിടെ നിൽപ്പുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഉണ്ട്. അത് പല ആവർത്തി പലരും ധ്യാനത്തിലൂടെ അതിനെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ. ആ ദേവതാ ദർശനം ഒരു ഭൗതികമായ ദർശനമായിട്ട് മാറാൻ വലിയ താമസം വേണ്ടി വരില്ല. സൂക്ഷ്മരൂപത്തിലുള്ള ഒരു കാഴ്ചയെ നമ്മളൊരു ക്ലെയർവോയിന്റ് ആയിട്ടുള്ള ഒരാൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോഴും മനസ്സിലാക്കേണ്ടത് സാക്ഷാൽ മൂർത്തി ദർശനമാണ്, സാക്ഷാൽ മഹാവിഷ്ണു ദർശനം അല്ലാതെ അത് ആ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ചൊട്ടാനിക്കര ഭഗവതി അല്ലെങ്കിൽ വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ എന്നുള്ള ആ മൂർത്തി ദർശനമാണ് ഇവർക്കുണ്ടാകുന്നത്. അതുണ്ടാവട്ടെ, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സാക്ഷാൽ സ്വരൂപം എന്ന് പറയുന്നത് ഇതിന് മുകളിലാണെന്നും ആ സ്വരൂപത്തില് നാമരൂപ ഗുണ സകല സംവിധാനത്തിനും മുകളിലാണ് ഈ ഈശ്വര സങ്കല്പം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ മൂർത്തി ദർശനത്തിൽ മുഴുകിയിരിക്കരുത്. മൂർത്തി ദർശനം ഉണ്ടായിക്കോട്ടെ, മൂർത്തി ദർശനം കാണട്ടെ, നല്ലത് തന്നെ. അതിന് മുകളിലേക്ക് പോകാനുള്ള പണി നോക്കണം. അവിടെ കുടുങ്ങിക്കിടക്കരുത്. അവിടെ കുടുങ്ങിക്കിടന്നാൽ അമേരിക്കയ്ക്ക് പോകേണ്ടവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഭംഗിയാണ്ട് അവിടെ താമസിക്കുന്ന പോലെ ഇരിക്കും. എത്തൂല. അപ്പൊ അതുകൊണ്ട് മൂർത്തി ദർശനത്തിൽ നിന്നും വെളിയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മൂർത്തി ദർശനത്തെ കുടുങ്ങിപ്പോകരുത്. ഇപ്പം നമ്മള് സുബ്രഹ്മണ്യ കീർത്തനത്തില് ശ്രീനാരായണ സ്വാമി ഈ പൊന്മയിലേറിവ എന്ന പച്ചപ്പൊന്മയിലേറി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പച്ചപ്പൊന്മയിലേറി പരിചിനോട് പഠിക്കൽ കിടക്കും പിച്ചക്കാരന് വലിയൊരു ഗതി തരണേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പൊന്മയിലേറി വരുന്ന സുബ്രഹ്മണ്യ ദർശനത്തെ പറ്റി സ്വാമി എഴുതിയിട്ടുണ്ട്. അത് സ്വാമി ഇതിനു മുമ്പ് മായാദർശനങ്ങൾ ഇവർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അത് അദ്വൈതിയാണ്, വേദാന്തിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ മായാദർശനം എന്ന് പറയുന്നത് ഇത് മായയല്ലേ സ്വാമി എഴുതിയിരിക്കുന്നത്? അപ്പൊ സ്വാമി ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഈ മായാദർശനെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അത് കണ്ടിട്ട് വാ. അത് കണ്ടാൽ ഇതിൽ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ മൂർത്തിയിൽ കുടുങ്ങിപ്പോവും. അവസാനം ഗുരുപദേശമൊക്കെ വന്ന എങ്ങനെയാ വെച്ചാൽ, മൂർത്തി നമ്മളോട് ചോദിക്കും മോക്ഷ സമയത്തൊക്കെ, നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് കുടുക്കിക്കളയും. ശരിയാ. അതാണ് തോത്താപുരി സ്വാമി രാമകൃഷ്ണനോട് പറഞ്ഞത്, നിന്റെ വാളുകൊണ്ട് കാളിയെ വെട്ട്, എന്നിട്ട് മുന്നോട്ട് പോകാനാ പറഞ്ഞു. എന്ന് വെച്ചാൽ കാളി സ്വരൂപത്തിൽ കുടുങ്ങിക്കിടക്കാതെ സാക്ഷാൽ പരാശക്തി സങ്കല്പം എന്താന്ന് മനസ്സിലായാൽ ഈ മൂർത്തി ഇല്ല. പിന്നെ മൂർത്തി അവിടെ ലയിക്കും. മൂർത്തി സങ്കല്പങ്ങളെല്ലാം തന്നെയും നമ്മളുടെ ക്രിയേഷനാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ധ്യാനത്തെയും മൂലമന്ത്രത്തെയും ഉപചാരത്തെയും അംഗന്യാസത്തെയും ആയുധന്യാസത്തെയും ഭൂഷണന്യാസത്തെയും ബേസ് ചെയ്തുകൊണ്ട് സങ്കല്പം കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അത് ഒരു കാരണവശാലും ആ സങ്കല്പത്തിന് മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ ധ്യാന ശ്ലോകം, ഇന്ന ധ്യാനപ്പം
കാളിമേഘ സമപ്രഭമാണ് ഇവിടുത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ ആ കാളിമേഘ സമപ്രഭം തന്നെ ഇവിടെ എടുക്കണം. ആ മൂർത്തിയെ പ്രസാദിപ്പിക്കുന്ന ആ മൂർത്തി തന്നെ ധ്യാനിക്കണം. ആ മൂർത്തിയെ തന്നെ ധ്യാനിക്കണം. ഇപ്പം ശാന്താകാരം ഭുജഗശയനം എന്നുള്ള ധ്യാനമാണ് വിഷ്ണുവിന്റെ ഇവിടെ എങ്കിൽ, ഇവിടെ നമ്മൾ പറയുന്ന സ്ഥലത്തെങ്കിൽ അവിടെ നമുക്ക് ഭാസ്വൽ എന്ന് പറയുന്ന ധ്യാനം ആപ്ലിക്കബിൾ അല്ല. മൂലമന്ത്രം ഒന്നായിരിക്കും. അതെ അതെ, ധ്യാനം ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോ ആയുധന്യാസത്തിന് വ്യത്യാസം ഉണ്ടാവും. വരദാഭയങ്ങൾ തിരിഞ്ഞു വരാം. വലത് കയ്യിൽ അഭയവും ഇടത് കയ്യിൽ വരദവും വരാം. തിരിച്ചും വരാം. ഇടത് കയ്യിൽ ശൂലം വരാം, വലത് കയ്യിൽ വാള് വരാം, തിരിച്ചു വരാം. ശംഖുചക്രങ്ങൾ തിരിയാം. അതെ. ഇപ്പൊ വിഷ്ണുവിന്റെ തന്നെ 12 സ്വരൂപമുണ്ട്. ആ 12 സ്വരൂപങ്ങളിലും 12 രീതിയിലാണ് ആയുധങ്ങൾ. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അതായത് ദ്വാദശനാമ പൂജ എന്നൊക്കെ പറയുന്ന പൂജയുണ്ട്. കേശവാദി 12 നാമങ്ങളെ പൂജിക്കുന്ന, നമ്മള് സായുജ്യ പൂജ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രേതങ്ങൾക്ക് സായുജ്യം കൊടുക്കാനൊക്കെ കഴിക്കുന്ന പൂജയിൽ ഈ 12 നാമങ്ങളെ 12 രൂപങ്ങളെയും പൂജിക്കണം. 12 ധ്യാനം. 12 ധ്യാനം. മൂലമന്ത്രവും വ്യത്യാസമുണ്ട്. കേശവായ നമ, മാധവായ നമ, അങ്ങനെയൊക്കെയാ. അപ്പം ആ 12 സ്വരൂപം എന്താണെന്ന് ഋഷികേശൻ, പത്മനാഭൻ, ത്രിവിക്രമൻ, ഇതെല്ലാം ആയുധങ്ങളിലെ വ്യത്യാസമുണ്ട്. ശംഖ് മോളില്, ചക്രം താഴെ, ശംഖും ചക്രവും മോളില്, പത്മവും ഇതും താഴെ, അങ്ങനെ നമ്മൾ ഈ 12 സ്വരൂപങ്ങളെ കൊടുത്തിരിക്കും. അപ്പം ഒന്നിന് പകരം ഒന്ന്, രണ്ടും എല്ലാം ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നാണ്. രാമനും കൃഷ്ണനും വിഷ്ണുവും നരസിംഹം ഒന്നാണെങ്കിലും, വിഷ്ണു തന്നെയാണെങ്കിലും അവിടെ ധ്യാനത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളത് മാറ്റിയാണ്. ആ ധ്യാനപ്രകാരം തന്നെ അവിടെ ധ്യാനിക്കണം. അങ്ങനെ ചെയ്യാതെ ധ്യാനം മാറി പൂജ കഴിക്കുമ്പോഴാണ് ഈ ചൈതന്യലോകം എന്ന് പറയുന്ന പ്രശ്നം, അന്യദേവതായജനം, ഇതെല്ലാം അവിടെ വരുന്നത്. ഇപ്പം ഖരാന്തകനായിട്ടുള്ള രാമനാണെങ്കിൽ അവിടെ നമുക്ക് സീതാസമേതനായിട്ടുള്ള രാമനെ അല്ല പൂജിക്കേണ്ടത്. സീത ഇല്ല. അപ്പൊ അതാണ് അവസ്ഥാ പൂജിതേ രാമ ശരീരേതന പൂജ്യതേ. അവസ്ഥയാണ് പൂജിക്കേണ്ടത്, ശരീരത്തെ അല്ല. ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇതേ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കൂടെ കുഞ്ഞിന്റെ അച്ഛനായിട്ടിരിക്കുന്നു. അല്ലേ? ഞാൻ തന്നെ എൻ്റെ ഗുരുനാഥന്റെ കൂടെ ശിഷ്യനായിട്ട് അദ്ദേഹത്തിന്റെ കാലിലിരിക്കുന്നു, ചോട്ടിലിരിക്കുന്നു. ഇതേ ഞാൻ എൻ്റെ ശിഷ്യന്മാര് എൻ്റെ കൂടെ ഇരിക്കുന്നു. അവിടെ എല്ലാം ഭാവത്തിന് വ്യത്യാസമുണ്ട്. വിദ്യ ഉപദേശിക്കുന്ന ആളായിരിക്കില്ല ശിക്ഷിക്കുന്ന ആള്. ശരി. അപ്പം ആയുധഭൂഷണന്യാസങ്ങളും ധ്യാനവും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് മൂർത്തിയുടെ ഭാവം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഭാവത്തിന് ഒരിക്കലും, ആ രൂപത്തെ ആരാണ് കൊടുത്തത്? ആ രൂപത്തെ എഴുതിയത്, എഴുതപ്പെട്ടത്, ആ രൂപം കൊടുത്തതെല്ലാം നമ്മൾ തന്നെയാണ്. തന്ത്രിയാണ് ചെയ്തത്. ആദ്യത്തെ സങ്കല്പം കൊടുത്ത ആള് കൊടുത്തിരിക്കുന്ന ധ്യാനവും മൂലവും തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞാൽ പടിത്തരം എഴുതി വെക്കാൻ പറയുന്നത്. ഈ മൂർത്തി ആരാണ്, ഈ മൂർത്തി എന്താണ്, ഇതെല്ലാം കൃത്യമായി എഴുതിയ ഒരു പടിത്തരം അവിടെ ഉണ്ടാവും. സാധാരണ ജനങ്ങൾക്ക് ഈ പടിത്തരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, രഹസ്യമായി കൈമാറുന്നതാവും. ശരിയാ. സാധാരണ ജനങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്ന് വിചാരിക്കുന്നതായിരിക്കും. പക്ഷെ അവിടെ പൂജ കഴിക്കുന്നത് ചിലപ്പോ മഹാവിഷ്ണുവിനായിരിക്കും, അല്ലെങ്കിൽ രാമനായിരിക്കും. പറഞ്ഞു കൊടുക്കണം നിർബന്ധമില്ല. അപ്പോൾ രഹസ്യമായിട്ട് അതിനാണ് മൂലമന്ത്രം ശ്രീലകത്ത് വെച്ചാ ഉപദേശിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ അവരോധിക്കുമ്പോ തന്ത്രി മൂലമന്ത്രം അകത്ത് വെച്ചാ ഉപദേശിക്കുന്നത്, മറ്റാരും കേൾക്കാതെ പറഞ്ഞു കൊടുക്കുന്നു. ധ്യാനം എന്താണ്, ഭാവം എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഇത് മാറാതെ വേണം പൂജ കഴിച്ചു പോകാൻ. ഇപ്പൊ 100 കൊല്ലം പൂജ കഴിച്ചത് നരസിംഹമായിട്ടാണ്. അടുത്ത കുറച്ച് നാളിനി ഒരു 50 കൊല്ലത്തേക്ക് അത് മാറി രാമനാന്ന് തെറ്റിദ്ധരിച്ച് രാമനായിട്ട് പൂജ കഴിച്ചു. അവിടെ അന്യദേവതായജനം ഉണ്ടാവും. അതായത് ഗോതമ്പ് പാടത്ത് നെല്ല് കിളുത്ത പോലെ ഇരിക്കും. രണ്ടും ഉപയോഗമുള്ള വസ്തുവാണ്, പക്ഷെ പരസ്പരം കളയാണ്. ശരിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ പിന്നീടാണ് പ്രായശ്ചിത്തം, പരിഹാരമൊക്കെ വേണ്ടി വരുന്നത്. ശക്തമായിട്ടുള്ള ദേവതാ സാന്നിധ്യം ആ വിഗ്രഹത്തിൽ, അന്യദേവതാ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ദേവതയെ ചിലപ്പോൾ ആവാഹിച്ച് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പം വിഷ്ണു ആണെന്ന് നരസിംഹത്തെ പ്രത്യേകമായിട്ട് പൂജിച്ചു, അപ്പൊ നരസിംഹത്തെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായിട്ട് വരാം ചിലപ്പോ. എപ്പോഴും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ ശ്രീവാനി പറഞ്ഞ വളരെ ക്ലിയർ ആണ്. അതായത് രാകേഷ് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങൾക്കും അതീതമായി പല സംഭവങ്ങൾക്ക് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതായത് ഈ മൂർത്തിഭാവത്തിലേക്ക് നമ്മൾ ലയിക്കാതെ അത് വിട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് അടുത്ത തലങ്ങളിലേക്ക് പോകാന്നുള്ളതാണ്. പക്ഷെ സാധാരണപ്പെട്ടവർക്ക് ചിലപ്പം അതാണ് എനിക്ക് ആ ദിവ്യ ചൈതന്യം കണ്ടു എന്ന് സംതൃപ്തി അടയുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മൂർത്തിയെ അല്ലെ ദൈവതയെ ഞാൻ കണ്ടു, അതിൽ നിൽക്കും. ഇതിനുമപ്പുറം ഭസ്മത്തിന്റെ മണം
ഭയങ്കരമായി കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആൾക്കാരിൽ ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭസ്മത്തിന്റെ മണമാണ്. ഇന്ന് വരെയും ഭസ്മത്തിന്റെ മണം വീട്ടിൽ കിട്ടാത്ത ആൾക്കാർക്ക് ഭസ്മത്തിന്റെ മണം വരുന്നു. മഹാദേവന്റെ ഒരു ചൈതന്യം കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം വരുന്നു. 2 or 3 പ്രാവശ്യം ഒരു ഷെയ്ഡ്സ് തന്നെ കാണുന്നു. മഹാദേവന്റെ ഈ പറയുന്ന രൂപഭംഗികളൊക്കെ ചിത്രകാരന്മാരുടെ രചനകളാണല്ലോ. ആ രൂപങ്ങൾ തന്നെ ഇവർ കാണുന്നു. ഇത് ശരിക്കും ഈ ചിത്രങ്ങൾ കാണുന്നതിനപ്പുറം ഈ ഭസ്മത്തിന്റെ മണം ഏറ്റവും കൂടുതൽ വരാൻ അല്ലെങ്കിൽ കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ജവാദു വന്നതിന് ശേഷമാണ് ഭസ്മത്തിന് മണം വന്നത്. ജവാദുവിന് മുമ്പ് ഭസ്മത്തിന് മണമില്ല. ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്ന ഭസ്മം ചാണകം കത്തിച്ചതാണ്, സ്ഫുടം ചെയ്തെടുത്താണ്, ഒരു മണവുമില്ല. ഭസ്മത്തിന്റെ മണം എന്ന് പറയുന്നത് ജവാദുവിന്റെ മണമാണ്. അവരെപ്പോഴോ എക്സ്പീരിയൻസ് ചെയ്ത മണം അവരുടെ സബ് കോൺഷ്യസിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം ഭയങ്കര രസമാണ്. ഇപ്പം ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടില് പെൺകുട്ടികൾ ഗർഭിണിയാവുമ്പോൾ അവർക്ക് മാങ്ങ കഴിക്കാനും പുളി കഴിക്കാനും തോന്നും. ഇത് ആഫ്രിക്കയിലാണെങ്കിൽ മാങ്ങയും പുളിയും ഇല്ല എന്ന് വെച്ചു. അവർക്ക് അവിടെയുള്ള എന്തെങ്കിലും കിഴങ്ങോ കായോ തിന്നാനാണ് തോന്നുന്നത്. അതെങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അവരുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്തതിൽ നിന്ന് ഇന്ന സാധനം കഴിച്ചപ്പോൾ ഇന്ന സാധനം കിട്ടി എന്നുള്ളത് ബോഡി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സാധനം അവർക്ക് ഉണ്ടായി വരുന്നത്, നമുക്കെല്ലാം ഉണ്ടായി വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനത്തെയാണ് സ്റ്റോർ ചെയ്ത് സബ് കോൺഷ്യസ്ലി വെച്ചിരിക്കുന്നത്. അതിൽ ഈ വിജ്ഞാനമയ കോശം എന്ന് പറയുന്ന നമ്മുടെ ഒരു കോശം, അത് ലൈബ്രറി പോലെയാണ്. ഈ വിജ്ഞാനമയ കോശത്തിന്റെ പ്രത്യേകത നമ്മൾ ആർജിച്ച ജന്മങ്ങളിലെ പല ജന്മങ്ങളിലെ വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എവിടെയെങ്കിലും പോയെന്ന് ആക്സസ് ചെയ്തിട്ട് വരുന്നതാണിത്. ശരി. അല്ലാതെ അതിനെ നമ്മൾ അനുഭൂതിയായിട്ടൊന്നും ഞാനിപ്പോ പറയുമ്പോൾ എന്നെ ചീത്ത പറയാൻ ആളുകളുണ്ടാവും. കാരണം ഈ മായാദർശനത്തിൽ നിന്ന് മുക്തി കിട്ടാൻ കഷ്ടപ്പെട്ടു പോകും. കാണരുതേ കാണരുതേ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. കണ്ടുപോയാൽ ഇതിൽ മുഴുകിയാലോ എന്ന്. ഇപ്പം എനിക്കുണ്ടായ അനുഭൂതി, ഞാൻ കണ്ട ദർശനം ഒരു തവണ കൂടി കാണണം സത്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഉള്ളിൽ അത് വേണ്ട 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 എന്നുള്ള ഗുരുപദേശം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അതിനുവേണ്ടി പിന്നീട് ശ്രമിക്കാത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു 1-2 തവണ എനിക്ക് മൂർത്തി ദർശനം ഉണ്ടായിട്ട് നമ്മൾ ഭ്രമിച്ചു പോയിട്ടുണ്ട്. അതായത് ഇത് മതി, ഇനി ഒന്നും വേണ്ട, അങ്ങ് പോകാം, ഇങ്ങനെ അങ്ങ് മരിച്ചാലും കുഴപ്പം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ വീട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ തന്നിട്ടുള്ള ഉപദേശം എന്താ വെച്ചാൽ, എന്ത് കാര്യം കണ്ടാലും അത്ഭുതങ്ങളെ കണ്ടാലും സാവധാനം സ്വസ്ഥമായിട്ട് വൈകിട്ട് വീട്ടിലിരുന്ന് പതിയെ മനനം ചെയ്യുക. അപ്പം എന്തുകൊണ്ട് ഇത് കണ്ടു, എന്താണ് സംഭവിച്ചതെന്ന് ഒരു പ്രാവശ്യം ബോധ്യപ്പെട്ട പിന്നെ അത്തരം ദർശനങ്ങൾ നമ്മളെ വിട്ടുപോകും. പലരോടും പറഞ്ഞിരിക്കുന്നത് ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ രഹസ്യമാക്കി സൂക്ഷിക്കാനാണ്. ഈ രഹസ്യമാക്കി സൂക്ഷിച്ച് വീണ്ടും ഈ ദർശനത്തിന് വേണ്ടി ശ്രമിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ധ്യാനം ധ്യാനിക്കുമ്പോൾ ആജ്ഞാചക്രത്തിന്റെ അവിടെ നിറങ്ങൾ രൂപപ്പെടും. ഈ പഴയ ദൂരദർശന്റെ വാർത്ത വായിക്കുമ്പോൾ അതിനു മുമ്പുള്ള ചിഹ്നം മാതിരി ഇങ്ങനെ റൊട്ടേഷൻസ് വന്നുകൊണ്ടേയിരിക്കും, വലത്തോട്ടുള്ള റൊട്ടേഷൻസ്. അത് ആദ്യം ഒരു ബ്ലൂ സ്പോട്ട് വരും, ആ സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കറക്കം വരും, ആ കറക്കം ഒന്ന് തീരം നടത്തിന്ന് പിന്നെ വീണ്ടും ഒരു ബ്ലൂ സ്പോട്ട് വരും, വീണ്ടും ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നെറ്റിയിലും വല്ലാത്ത പ്രഭാപൂരം ഉണ്ടാവും. ഈ കാണുന്നത് മുഴുവനും മായാദർശനങ്ങളാണ്, മായക്കാഴ്ചകളാണ്. സത്യത്തിൽ അതല്ല കാണേണ്ടത്. ഓരോ അനുഭൂതിയുടെ ഇടയ്ക്കും ഒരു ശൂന്യത ഉണ്ടാവും. ആ ശൂന്യതയാണ് സത്യം. അതിന് ഇടയിലുണ്ടാകുന്ന മായാദർശനങ്ങളെ നമ്മൾ നായ്ക്കാട്ടം പോലെ ഉപേക്ഷിച്ചിട്ട് വേണം ശൂന്യതയെ ആശ്രയിക്കാൻ. ശരി. അല്ലെങ്കിൽ ഈ മായക്കാഴ്ച അടുത്ത മായക്കാഴ്ചയിൽ കൊണ്ടുപോകും, അതിനടുത്ത മായക്കാഴ്ചയെ കൊണ്ടുപോകും. മായക്കാഴ്ചകൾ വിഷ്വലൈസ് ചെയ്യും, പിന്നെ അത് അങ്ങ് പോവും കൈവിട്ട്. കുറെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും, പണ്ട് ഒരു മഹർഷിയുടെ കഥയുണ്ട്, ഈ അച്ഛൻ കൊണ്ടുപോയി മകനെ മഹർഷിയെ ഏൽപ്പിക്കും. അങ്ങനെ 4ാമത്തെ വർഷം ആയപ്പോൾ ഇയാൾക്ക് പറക്കാനുള്ള സിദ്ധി കിട്ടി. ഇയാൾ പറക്കാൻ തുടങ്ങി കുട്ടി. അപ്പോൾ എല്ലാ കുട്ടികളും ഇയാളെ ബഹുമാനിക്കാൻ തുടങ്ങി, മറ്റ് അധ്യാപകർ വരെ ബഹുമാനിക്കാൻ തുടങ്ങി. അപ്പം ഗുരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പഠിപ്പൊക്കെ പൂർത്തിയായി, മോൻ പൊക്കം കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ പറന്നാണ് ഇയാൾ പോകുന്നത്. ഇയാൾ പറന്നു വന്ന് അച്ഛന്റെ മുമ്പിൽ ഇറങ്ങി. അച്ഛൻ വളരെ പാണ്ഡിത്യമുള്ള, അച്ഛൻ നല്ല വേദാന്തിയായിട്ടുള്ള തപസ്വിയായിട്ടുള്ള ആളാണ്. അച്ഛൻ്റെ അടുത്ത് എത്തി പറന്നു നിന്നപ്പോ പറഞ്ഞു, എന്റെ പഠിപ്പൊക്കെ തീർന്നു. നിന്നെ ഞാൻ 10 കൊല്ലത്തേക്ക് പഠിക്കാനാണല്ലോ അയച്ചത്, നീ എന്താ ഇങ്ങനെ? പറഞ്ഞു, എന്റെ പഠിപ്പ് കഴിഞ്ഞില്ലേ, ഞാൻ പറക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതേ ആ കാണുന്ന കൊതുക് വരെ പറക്കാണ്, കിളികൾ പറക്കാണ്. അപ്പൊ അവരുടെയും പഠിപ്പ് കഴിഞ്ഞോ? അല്ല, എനിക്ക് പറക്കാനുള്ള സിദ്ധി കിട്ടി. അതാ പറഞ്ഞു, ഞാൻ ഗുരുവിന്റെ അടുത്ത് പോട്ടെ, അവനെ കൂട്ടി തിരിച്ച് ഗുരുവിന്റെ അടുത്ത്.
അപ്പൊ ഗുരു അച്ഛനോട് പറഞ്ഞു, ഇവനോ വഴി പഴച്ചു പോയി, മറ്റുള്ള കുട്ടികൾ ഇവനെ കണ്ട് വഴി പഴയ്ക്കാതിരിക്കാൻ ഇവനെ പറഞ്ഞയച്ചതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇയാൾ ഞെട്ടിപ്പോയി. കുട്ടി, ഞാൻ ഇത്ര നാളും ധരിച്ചിരുന്നത് എന്നെ എല്ലാവരും ബഹുമാനിക്കാന്നാണ്. അപ്പൊ അങ്ങനെയല്ല, മറ്റധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവൻ പൊക്കോട്ടെ എന്നാണ്. അപ്പൊ വീണ്ടും അച്ഛൻ ഗുരുവിന്റെ കാലിൽ വീണു അത്ര, എങ്ങനെയെങ്കിലും മോനെ രക്ഷിക്കണം. അപ്പൊ പറഞ്ഞു 100 പശുക്കളെ കൊടുത്തു. എന്നിട്ട് കാട്ടിൽ പോയി മേയ്ക്കാൻ പറഞ്ഞു. കാട്ടിൽ തന്നെ താമസിക്കണം. ഈ പശുക്കളുടെ എണ്ണം 1000 ആകുമ്പോൾ, പെറ്റുപെരുകി 1000 ആകുമ്പോൾ തിരിച്ചു വന്നോളാം. അങ്ങനെ കാലക്രമേണ ഈ പശുക്കളുമായിട്ടുള്ള സഹവാസം കൊണ്ട് ഈ പറക്കാനുള്ള സ്ഥിതി കൈമോശം വന്നു പോയി. അങ്ങനെ ഒരു ദിവസം പശു പറഞ്ഞു അത്രേ, നമ്മൾ 1000 പേരായി, നമുക്ക് പോകാം. അങ്ങനെ ഇവര് തിരിച്ച് ഗുരുവിന്റെ അടുത്തെത്തിയെന്നും 10 കൊല്ലം വീണ്ടും വിദ്യ കൊടുത്തു വന്നു. അതിനുശേഷമാണ് ഈ ഇദ്ദേഹത്തിന് ഋഷി മഹാഋഷിയായിട്ട് മാറി. മഹർഷിയായി ഒരുപാട് താപസനായിരുന്നു. ഞാൻ പേര് വിട്ടുപോയി, പ്രധാനപ്പെട്ട ഒരു ഋഷിയാണ് അതൊക്കെ, പേര് മറന്നുപോയി. ഒരു ഉപനിഷത്തിലെ മറ്റോ കഥയാണത്. അപ്പം ഇതാണ് സിദ്ധി എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റിയിട്ട് ഉള്ള ശരിക്കുള്ള ബോധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ സിദ്ധികളും മോക്ഷത്തിന് വിഘാതമാണ്. എല്ലാ സിദ്ധികളും, നമ്മുടെ അഷ്ടസിദ്ധികൾ ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും മോക്ഷത്തിന് വിഘാതം തന്നെയാണ്. മോക്ഷം ഉണ്ടാവില്ല, കാരണം സിദ്ധിയിൽ ഭ്രമിച്ചു പോകും. പക്ഷെ സിദ്ധിയിൽ ഭ്രമിക്കാതെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ രാജേഷ്? അതായത് ഈ നമ്മുടെ വിജ്ഞാന ഭൈരവന്തത്തിലെ 112 സിദ്ധികൾ, അതായത് നമ്മൾ മഹാദേവനാണ്. ശങ്കരാചാര്യസ്വാമി അതെ അതെ, സിദ്ധികൾ ഭ്രമിക്കാത്തവരില്ലെന്നല്ല പറഞ്ഞേ, സിദ്ധിയിൽ ഭ്രമിക്കാത്തവർ ആ തലം കടന്നുപോയവരാണ്. ഓക്കെ, അവർക്ക് പിന്നെ ആ ഭ്രമയില്ല. ഓക്കെ, അപ്പൊ കൃത്യമായ ഗുരുവിന്റെ ഗൈഡൻസ് അക്കാലത്ത് തന്നെ ഉണ്ട്. അതെ അതെ അതെ. ഈ ഗുരു എന്ന് പറയുന്ന ആള് നമ്മൾ സാധാരണ വെറുതെ ഒരു വാക്കുകൊണ്ട് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പണ്ട് ഒരു കഥ വെച്ചാൽ, വിദർഭ വിദ്യക്ക് നമ്മൾ എന്ത് കൊടുക്കും പകരം? ഒന്നും കൊടുക്കാനില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ സകല സാധനങ്ങളുടെയും മേലെയാണ്. ശരി. വിദർഭ മഹാരാജാവിന് ഒരു മഹർഷി ശ്രീവിദ്യ ഉപദേശം കൊടുത്തു. വിദർഭ മഹാരാജാവ് 4 കൊല്ലം സാധനയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദാനവും ദക്ഷിണയും വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ഗുരുദക്ഷിണയായിട്ട് പകുതി രാജ്യം, ഭാര്യമാര്, കുട്ടികള്, പകുതി പശുക്കള്, എല്ലാം പപ്പാതി അദ്ദേഹത്തിന് കൊണ്ടുപോയി വെച്ചു, നമസ്കരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പഠിപ്പ് പൂർത്തിയായില്ല എന്ന് പറഞ്ഞു. വീണ്ടും സാധനയായിട്ട് 4 കൊല്ലം. അത് കഴിഞ്ഞപ്പം ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞപ്പം ആദ്യം അദ്ദേഹം കിരീടം ഊരി, പിന്നെ അവനവനെ അങ്ങ് വെച്ചു. രാജ്യം മുഴുവൻ, കുട്ടികൾ മുഴുവൻ, സമ്പത്ത് മുഴുവൻ എല്ലാം മുഴുവൻ ദക്ഷിണ. കാരണം രാജ്യം കൊടുക്കാം, തല കൊടുക്കാം, പക്ഷെ ശ്രീവിദ്യ കൊടുക്കരുതെന്നാണ്. ശരിയാ. അപ്പം മുനി പറഞ്ഞു, ഇപ്പോഴാണ് നിന്റെ വിദ്യ പൂർത്തിയായത്. വിദ്യക്ക് തുല്യമായിട്ട് ഒന്നുമില്ല. ശരി. ആ ബോധം വരണം. അപ്പൊ വിദ്യക്ക് തുല്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ വിദ്യ കൊടുത്ത ഗുരു ആരായിരിക്കും? ആ ഗുരുവിന് തുല്യം വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഗുരുവും വിദ്യയും ദേവതയും ഒന്നായി തീരണം. ശരിയാ. ഈ പിന്നീട് ദക്ഷിണ മേടിക്കുകയല്ല ചെയ്തത്, കിട്ടിയത് തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഗുരുവിന് ഇതിന് മുകളിലെ എല്ലാം സമർപ്പിച്ച ആളാണ് ഗുരു. അതെ അതെ അതെ. പരമ്പരയ്ക്ക് സമർപ്പിച്ച ആളാണ് ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ട് എന്ത് കാര്യം? അതെ. അപ്പം ഗുരു പരമ്പരയെ ആ വിദ്യ അതുപോലെ തന്നെ നമ്മൾ പാലിക്കണം. ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ അല്ലെ ഗുരു പരമ്പരയുടെ ഇൻസ്ട്രക്ഷൻ പാലിക്കാൻ പറയുന്നത് അത് എഴുതപ്പെട്ട ഋഷിമാരുടെ ശാപത്തെ ഒഴിവാക്കാനാണ്. കൃത്യമായ വഴി അവർ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ ബൈപ്പാസ് ചെയ്തു പോകുന്നത്? ശരി. ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചില്ലേ, ഉപദേശത്തെ പറ്റി ചോദിച്ചു. ആ ഉപദേശം കൊടുക്കേണ്ട വഴി പരമ്പരകളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. നല്ല നാഷണൽ ഹൈവേ ഇരിക്കെ എന്തിനാണ് ഈ കുണ്ടും കുഴിയും നിറഞ്ഞ വഴി കൂടെ കഷ്ടപ്പെട്ട് വഴി വെട്ടി പോകുന്ന കാര്യമുണ്ടോ? അതെ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? കഷ്ടപ്പാട് മാത്രമേ മിച്ചുള്ളൂ. അതെ അതെ. എന്തായാലും സന്തോഷം രാജേഷ്. സാധാരണ രീതിയിലുള്ള ഈ പറയുന്ന മൂർത്തിഭാവങ്ങൾ ലയിക്കാതിരിക്കട്ടെ, അതിനുമപ്പുറം മോക്ഷത്തെ തേടി പോകാൻ കഴിയട്ടെ. ഈ പറയുന്ന ഉപാസനകളും മന്ത്രദീക്ഷകളും എല്ലാം അവരവരുടെ ഒരു സന്തോഷത്തിനും അപ്പുറം ഇതൊരു മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കട്ടെ. നന്ദി.